അന്ന് രാത്രിയിലും സുഖമായി ഉറങ്ങുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടു. തെരുവിലെ ഡ്രെയിനേജിൽ കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീയെ ഞാൻ തിരികെ വിളിച്ചു. എന്നാൽ അവൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. എന്നും രാവിലെ ആഹാരം തരുന്ന ചേട്ടന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അയാൾ തന്ന ഫുഡ് കഴിക്കാതെ ഞാൻ കുഞ്ഞിന്റെ കാര്യം പറയാൻ ശ്രമിച്ചു. എന്നാൽ അയാൾക്കത് മനസ്സിലായില്ല. തിരിച്ചു പോകാൻ പോയപ്പോ ഞാൻ അയാളെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പാന്റ് കീറിയതും അയാൾ എന്റെ മുന്നിൽ കതക് കൊട്ടിയടച്ചു. ഞാൻ വഴിയിൽ നിന്നവരോടെല്ലാം കാര്യം പറയാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചു. കുഞ്ഞിന്റെ കരച്ചില് മാറ്റാൻ വഴിയിൽ നിന്ന് ഒരു പെണ്ണിന്റെ സ്കാർഫ് ഞാൻ തട്ടിയെടുത്തു. എന്നിട്ടും കുഞ്ഞ് കരച്ചില് നിർത്തിയില്ല. കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടി പാവ കിട്ടിയതും കരച്ചില് നിർത്തി. ഞാൻ വേഗം പോയി ആ പാവ തട്ടിപ്പറിച്ച് കുഞ്ഞിന് കൊടുത്തു. കരച്ചില് നിൽക്കുന്നതേയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവിലൂടെ ഓടി. എന്റെ പുറകെ വരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാട്ടിയിട്ടും ആരും വന്നില്ല. എല്ലാവർക്കും ഞാനൊരു ശല്യമായി തീർന്നു. രാത്രി മുഴുവൻ ഞാൻ നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് മാസ്ക് ഇട്ട ഒരാൾ വന്ന് എന്റെ കഴുത്തിൽ കയറിട്ടു. ഞാൻ അയാളെ കുഞ്ഞിനെ കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ ഞാൻ ഓടി രക്ഷപ്പെടുകയാണെന്ന് കരുതി എന്നെ വെടിവെച്ചിട്ടു. എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി. എന്റെ അവസാന കണ്ണീര് കുഞ്ഞിന്റെ മേൽ പതിഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അയാൾ എന്നെ മാറ്റിക്കിടത്തി ഡ്രെയിനേജിലേക്ക് ഇറങ്ങി.